ഇന്ന് 10K ആയ ദിവസമല്ലേ, കുറച്ച് പേരുടെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. സുനിത അതിൽ പറഞ്ഞിരുന്നു പേര് വായിച്ചില്ല എന്ന്. പിന്നെ സൽമ നോട്ട് ചെയ്തു കേട്ടോ പേര്. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് ഓർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരുടെ ഓരോ കമൻസും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ എനിക്കൊരു ഊർജം കിട്ടുള്ളൂ. അതെ, ശരി. അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് പറയട്ടെ. 15 മിനിറ്റേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ് എല്ലാവരും വീട്ടിലെ ഊണ് തേടി പോകും നമ്മൾ, അല്ലേ? എപ്പോഴത്തെ വീട്ടിലെ ഊണെന്ന് കണ്ടാലും ഒരു അട്രാക്ഷനാണ്, അന്ന് അത് കഴിച്ചാലോ, അല്ലേ? തോന്നാറില്ലേ? അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ പറയുന്നത് വീട്ടിലെ പ്രസവത്തിനെ പറ്റിയാണ്. ഈശ്വര, അത് കളിയും ചിരിയും ഒന്നുമല്ല. എന്നാലും ഈ വീട്ടിലെ പ്രസവം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മൂമ്മയാണ് ഓർമ്മ വരുന്നത്, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ എല്ലാവരും പണ്ടൊക്കെ എങ്ങനെയാണ് ചോദിക്കണമെന്നറിയോ? എത്ര പെറ്റു എത്ര കിട്ടി എന്ന്. എത്ര മക്കളാണെന്ന് ചോദിക്കുന്നത് ആ പണ്ടത്തെ കാലത്ത്. എത്ര പെറ്റു എത്ര കിട്ടിയെന്ന്. അമ്മൂമ്മ ഏകദേശം 16 പ്രസവം പ്രസവിച്ചിട്ടുണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയുടെ പൂത്ത് നിൽക്കുന്ന കാലങ്ങൾ, അതായത് ഒരു 16 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൂവ് ഇനി പൂക്കാലം ഇല്ല എന്ന് പറയുന്നത് വരെ അവർ പ്രസവിച്ചിട്ടുണ്ട് അമ്മൂമ്മ. അന്നത്തെ കാലത്ത് ഒന്നും അറിയില്ല ആൾക്കാർക്ക്, ഇതെങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. അപ്പോൾ എൻ്റെ ഒരമ്മാവൻ മാത്രം ഇതിനെപ്പറ്റി വളരെ പുച്ഛത്തോടു കൂടി സംസാരിക്കുമായിരുന്നു. പുള്ളി ഭയങ്കര ദക്ഷിണാശാലിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ പറയുമായിരുന്നു, ഇതെന്താണിത്, പന്നി പെറ്റുകൂട്ടിയ പോലെ ഇങ്ങനെ മക്കളെ ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, എല്ലാവരും ആ 16 പേരിൽ എത്ര പെറ്റു എന്ന് ചോദിച്ചാൽ 16 പെറ്റു. 12 പേര് സർവൈവ് ചെയ്തതിൽ 12 പേരും സക്സസ്ഫുള്ളായി എന്നുള്ളതാണ്. അതായത് അവരുടെ കാലഘട്ടത്തിൽ അവർ പഠിച്ചു, ഗ്രാജുവേറ്റ്സായി, ജോലി, എല്ലാവരും ഗവൺമെൻറ് ജോലികളൊക്കെ എടുത്തു, കിട്ടി അവർക്ക്. അപ്പോൾ അവരൊന്നും കുറഞ്ഞു പോയിട്ടില്ല. അവർക്ക് കൂടുതൽ മക്കളുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ബന്ധുബലം കൂടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് എല്ലാവരും പറയുമോ, ഉരൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന വന്നു പോയി പ്രസവിച്ചു എന്ന് പറയും. പക്ഷേ അതല്ലാതെ വേറെ നിവൃത്തിയില്ല അന്ന്. വേറെ ഇതുപോലെ വിശ്വഗുരന്മാർ ഡോക്ടേഴ്സൊന്നും അധികം ഇല്ലല്ലോ. പിന്നെ അന്നൊക്കെ ബ്രിട്ടീഷുകാരായിരിക്കാം ഡോക്ടേഴ്സ്. അവർ ചിലപ്പോൾ നമ്മളുടെ സ്ത്രീകളെ പരിഗണിച്ചെന്ന് വരില്ല, അറിയില്ല. അന്നൊക്കെ ഒരുപാട് പണക്കാരും വലിയ എന്താ പറയുക, ഒരുപാട് കച്ചവടം ഒക്കെ ചെയ്ത് ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ ഒരുപാട് അടുപ്പമുള്ള ആളുകളൊക്കെ ആയിരിക്കാം, മാത്രമായിരിക്കാം അവർ ഇത് കൊടുത്തിട്ടുണ്ടാവുക, എന്താ പരിഗണന കൊടുത്തിട്ടുണ്ടാവുക ഹോസ്പിറ്റൽസിലുമൊക്കെ. അറിയില്ല, നമുക്ക് അന്നൊന്നും അമ്മമ്മയൊന്നും പോയിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തന്നെയല്ല, അമ്മ എപ്പോഴും പറയുന്നതാണ് അത്. അയ്യോ, അമ്മമ്മയെ നമ്മളെപ്പോഴും സ്മരിക്കണമെന്ന്. കാരണം അവർ അറിഞ്ഞുകൊണ്ടല്ല, അതൊരു പ്രക്രിയ ആണല്ലോ ഈ സെക്സ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പം ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ളതാകുമ്പോൾ അവരത് ഇൻഡൾജഡ് ആയി പോകുന്നുണ്ടാകും. അതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യന് മജ്ജയും മാംസമുള്ള മനുഷ്യന് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ അറിയുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് ബിസിനസ്സിലേക്ക് അവർ ഏർപ്പെട്ടു. അത് കുറച്ചിങ്ങനെ ഇതായി പോകുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിന്ന് ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ട് അവർക്ക് ചുറ്റിനും ഒരു വൃന്ദം ഉണ്ടാക്കിയെടുത്തു. അതായത് അവരുടെ അപ്പൂപ്പൻ്റെ പെങ്ങളുടെ മക്കൾ മുതൽ അമ്മൂമ്മയുടെ ആൾക്കാർ, അനുജത്തി, അങ്ങനെയൊക്കെ കുറേ പേര് അവിടെ ഉണ്ടാവുമായിരുന്നു എന്ന്. ഈ ബിസിനസ്, അത് പടക്ക ബിസിനസ്സാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ബിസിനസ്. അത് എന്തോ ആ സമയത്ത് അതായിരുന്നു, അത് അപ്പൂപ്പനായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവർക്ക് അതാണ് ചെയ്ത് കൊണ്ട് നടത്താൻ അറിയാവുന്നത്. അപ്പൂപ്പൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജോലിക്കൊന്നും പോയാൽ ഇത്രയും മക്കളെയൊന്നും ആർക്കും വളർത്താൻ പറ്റില്ല. ഒരു ദിവസം 50 പേരുണ്ടാവും ഉണ്ണാനായിട്ട്. അപ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും മാറിപ്പോയി. ആളുകളുടെ ജനിതക ഘടന തന്നെ മാറിക്കാണും, അല്ലേ? നമ്മൾ അന്ന് ബ്യൂട്ടി പാർലറുകളില്ല, ഇതുപോലെ ഇത്രയും എന്താ വിഷലിപ്തമായ വായുവല്ല. അങ്ങനെയൊക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ക്രോമസോംസിൽ തന്നെ അതിലൊരു ഇതുണ്ടാവും, അല്ലേ? എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാം നാച്ചുറലായിട്ട് ചെയ്യണം, എല്ലാം നാച്ചുറൽ വേണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രസവത്തിൻ്റെ കാര്യത്തിൽ നാച്ചുറൽ ഇതിലേക്ക് പോകണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പലരും കേൾക്കുന്നവർ അതിന് നമ്മൾ ആശുപത്രികളെ സമീപിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലുകാർക്ക് അവിടെ ഒരു സാനിറ്റൈസിങ് പ്രോസസ്സും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും അതിന് പോകണമെന്ന്, ഇന്നത്തെ കാലത്ത് അതിൽ പോകുന്നതായിരിക്കും അഭികാമ്യം എന്ന് ഞാൻ പറയുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അന്ന് വീട്ടിൽ വെച്ചാൽ, അമ്മയുടെ വീട്ടിൽ വെച്ച്. അവിടെ ഈ പറഞ്ഞ അമ്മമ്മയുടെ വീട്ടിൽ ഒരു റൂം തന്നെയുണ്ട്.
ഇങ്ങനെ പ്രസവത്തിന് മാത്രമായിട്ട് അത് നല്ലപോലെ അടിച്ച് തിളച്ച് നല്ല ഭംഗിയായിട്ട് വിരിച്ച് ഇട്ട് അവിടെ ആയിരിക്കും അവർ കിടക്കുന്നത്, ഒരു ബെഞ്ച് പോലെയാന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയും നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്ത് ഡോക്ടർ വരും. പക്ഷേ വീട്ടിൽ അന്നൊക്കെ നമ്മൾ വിളിച്ചാൽ വരും, പൈസ കൊടുക്കാൻ പറ്റുന്നവർ വിളിച്ചാൽ ഡോക്ടേഴ്സ് വരും. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വരും, ലേഡി ഡോക്ടേഴ്സ് വരും. അത് അന്ന് ഭയങ്കര എന്താ പറയണ, ഒട്ടും വൃത്തിയില്ല ഹോസ്പിറ്റൽസിനെ. പക്ഷേ അമ്മയുടെ വീട്ടിൽ അമ്മ പ്രസവിച്ചു എന്ന് കരുതി വേറെ ആളുകൾ അധികം പണം അധികം ചിലവഴിക്കാനില്ലാത്തവരന്ന് ഹോസ്പിറ്റൽസിലേക്കാണ് പോവുക, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലേക്ക്. അവിടെ വൃത്തിഹീനമാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അതിനെ ഡോക്ടർ അറ്റൻഡ് ചെയ്യുമല്ലോ. അങ്ങനെയായിരുന്നു അമ്മയുടെ പ്രസവം എന്ന് കേട്ടിട്ടുണ്ട്. അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പേടിയാണ്, ഡോക്ടറിനും പേടിയാണ്. കാരണം കാര്യം എക്സ്പേർട്ട് ഡോക്ടറൊക്കെ ആണെങ്കിലും അമ്മയുടെ മൂത്ത ചേച്ചി ഇരട്ടകളെയാണ് പ്രസവിച്ചത്. ആ ഇരട്ട പ്രസവം പക്ഷേ എടുത്തത് വയറ്റാട്ടിയാണ്. ഒരു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അമ്മൂമ്മയോട് പറഞ്ഞു അത്രേ, ജാനേച്ചെടുത്തി ഒരാളും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേ അമ്മൂമ്മയ്ക്ക് പരവേശമായിരുന്നു. കാരണം നമ്മൾ ഒരെണ്ണം കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞു എന്നല്ലേ വിചാരിക്കുക, ഒരു പൊക്കിൾക്കൊടിയും കൂടെ പുറത്തേക്ക് വന്നു, അതിലൊരു തല കാണുന്നു. അവർ ആലോചിച്ച് നോക്കുക, അവരുടെ ആ എക്സ്പെർട്ടൈസ് കൊണ്ടല്ലേ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ. അപ്പോൾ അത് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് നടന്നിരുന്ന കാലങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ജനിതക ഘടന തന്നെ മാറുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് മഗ്നീഷ്യം കുറവ്, സിങ്ക് കുറവ്, കാൽഷ്യം കുറവ്, എന്തൊക്കെയോ കുറവുകളേ ഉള്ളൂ. അപ്പോൾ മെഡിസിൻസിൻ്റെ ഒരു ബലത്തിലാണ് ആളുകൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, ഭാര്യയായിരിക്കും ചിലപ്പോൾ പറയണില്ല, എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ ഞാനും, എനിക്ക് അതായത് അക്യൂപഞ്ചർ പ്രാക്ടീസ് ചെയ്യണ 2 ദമ്പതികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവരൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അത് കുഞ്ഞ് എവിടെ ഉണ്ടായത്, ഏത് മാതാപിതാക്കൾക്ക് ഉണ്ടായതെന്ന് രേഖയില്ല എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, ഹോസ്പിറ്റൽസിലാണ് പ്രസവിക്കുന്നതിന് അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് നടക്കുകയാണ്. ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ ആ കുട്ടിക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആകുക എന്ന് പറയുന്നത്. അവരുടെ തന്നെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ ഒക്കുമല്ലോ. അതിനുള്ള ജനറ്റിക്കൽ ടെസ്റ്റുകൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും. എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എന്തിനാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒഴുക്കിനെതിരെ നമ്മൾ നീന്താൻ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ടയേർഡായി പോകില്ലേ, ഒരു കുത്തിയൊലിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ. അതേസമയം ആ ഒഴുക്കിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അത്ര അപകടം സംഭവിക്കാൻ സാധ്യതയില്ല, നമ്മൾ തളരുകയുമില്ല. ശരിയല്ലേ? അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് നിങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ യു മൈറ്റ് ലൂസ് എ പാർട്ട് ഓഫ് പീസ്. നിങ്ങളുടെ സമാധാനത്തിൻ്റെ ഒരു കഷ്ണം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. വേറെ ഈ കാലത്ത് നടന്ന ഒരു കാര്യവും ഞാൻ പറയാം കേട്ടോ. ഹോസ്പിറ്റൽസിൽ നടക്കുന്നില്ലേ അബദ്ധങ്ങൾ എന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലുകാരെ എപ്പോഴും സിസേറിയന് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നു. എൻ്റേത് സിസേറിയനായിരുന്നു, എൻ്റെ മകളുടെ. എനിക്ക് ഒരു വേദനയും തോന്നിയിട്ടില്ല. അവർ സിസേറിയൻ വഴി പുറത്തെടുക്കാതെ പിന്നെ വേദനയില്ലാതെ എങ്ങനെ എപ്യൂഡ്യൂറൽ ഇഞ്ചക്ഷനൊക്കെ തന്നു നോക്കി, നത്തിങ്. എനിക്ക് വേദന, അങ്ങനത്തെ ശരീരമാണ് എൻ്റെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അധികം വേദനിക്കില്ല എനിക്ക്. അതത്ര നല്ലതാണോന്നും എനിക്കറിയില്ല. പക്ഷേ ആ പ്രസവത്തിൻ്റെ കാര്യത്തിൽ അത് നല്ലതല്ല. അത് നല്ലൊരു ഫോഴ്സ്ഫുള്ളി വന്നാൽ മാത്രമല്ലേ നമുക്ക് കുഞ്ഞിനെ തള്ളി ഇങ്ങനെ പുറത്ത് ഇടാനുള്ള പ്രക്രിയ നടക്കുകയുള്ളൂ. സോ ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് ഫോർ മീ. അതുകൊണ്ട് ആ ഡോക്ടർ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്യാൻ പോയപ്പോൾ അവർ ഇഞ്ചക്ഷൻ തരുമല്ലോ, ഈ യൂറിൻ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇതെടുത്തില്ലേ. അറ്റ് ദാറ്റ് ടൈം ഞാൻ എന്ന് പറഞ്ഞ അലറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ശരി, ഈ ആളാണ് പ്രസവിക്കാൻ പോയത്. തൻ്റെ ഹസ്ബൻഡ് പുറത്തു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയ്യോ ഡോക്ടറെ കുറച്ച് നേരം കൂടെ നോക്കൂ, കുറച്ച് നേരം കൂടെ നോക്കൂ, പ്രസവിച്ചാൽ മതി. ആരോ അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയാണ്, അതായത് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് എപ്പോഴും നല്ലത് അതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർക്ക് ദേഷ്യം വന്ന അവസാനം. കാരണം രാവിലെ 8 മുതൽ 11 വരെയൊക്കെ നോക്കിയിട്ടും ഒന്നും നടക്കണില്ല. 2-3 ദിവസമായി ഞാൻ അഡ്മിറ്റ് ആയിട്ട്, നത്തിങ് ഹാപ്പൻഡ്. സോ ദാറ്റ്സ് വൈ ഷീ ടുക്ക്. നല്ലൊരു ഡോക്ടറായിരുന്നു, രാജകുമാരി ഉണ്ണിത്താൻ എന്ന് പറയും, TNVM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. ഇപ്പം ഇല്ല, വളരെ പ്രായമായി. പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു ഡോക്ടറായ അമ്മയ്ക്ക്. എനിക്ക് നോക്കുമ്പോൾ തന്നെ ഒരു 60 വയസ്സുണ്ടാവും. അപ്പോൾ അവരുടെ കൈകളിലൂടെ എത്ര കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ. ഇവർ ഒരു വലിയ ഒരു വീട്ടിൽ ജനിച്ച ഒരേ ഒരു മകളാട്ടോ, കസ്റ്റംസ് ഓഫീസറുടെ മകളാണ്. അപ്പോൾ ആ കൊച്ചിനെ അയാളുടെ ഭാര്യ ഡെലിവറി ചെയ്യുമ്പോൾ ശരിക്കും ഡെലിവറി പെയിനൊക്കെ വന്ന് കുട്ടീനെ വലിച്ചെടുത്തപ്പോൾ ഇല്ലേ, കൈ എന്തോ ഇതോ ആയിപ്പോയി.
കൈയുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ വള്ളി പോലെയാണ് കിടക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് പ്രസവത്തിൻ്റെ കുഴപ്പം കൊണ്ട്. അതായത് നമ്മളുടെ പെൽവിസ് ചെറുതാണെന്നല്ലേ പറയണേ. ആ പെൽവിസ് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നില്ല. ആ കുട്ടിയുടെ തലയും ഈ പെൽവിസുമായിട്ടുള്ള അനുപാതം ശരിയായില്ലെങ്കിൽ ദേ വിൽ ഡു സം ഇതൊക്കെ ഉണ്ടല്ലോ പ്രൊസീജിയർ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന ഇതൊക്കെ ഉപയോഗിക്കുന്നൊക്കെ കേട്ടില്ലേ, ഫോസപ്സ് ഒക്കെ. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കൈ എവിടെയോ കുടുങ്ങിപ്പോയെന്നോ. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഒരു അമ്മ പച്ച ശരീരത്തിലാണത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിസേറിയൻ ഓക്കെ ആണെന്ന് തോന്നിപ്പോവില്ലേ. അപ്പോൾ പല രീതിയിലുള്ള എന്താ പറയുക കാഴ്ചപ്പാടുകൾ ഇന്നത്തെ കാലത്തുണ്ട്. അത് അപ്പോൾ അവർ വിചാരിക്കേണ്ടാവില്ലേ, ദൈവമേ ആ ഡോക്ടർ സിസേറിയൻ ചെയ്തിരുന്നാൽ മതിയിരുന്നു, എങ്കിലും എൻ്റെ കുഞ്ഞിന് ഇത് വരില്ലായിരുന്നു എന്ന് അല്ലേ. ഇപ്പോൾ ഇതൊരു ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ അതൊരു എക്സാമ്പിളായിട്ട് ആ കുട്ടി ജീവിക്കുകയല്ലേ. ശരി, അവർ ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അതിനെ ഒരു കൈ സ്വാധീനമില്ലാതായിപ്പോയി. അപ്പോൾ രണ്ടിനുമുണ്ട് നെഗറ്റീവും പോസിറ്റീവും. ഇത്രയും ആളുകൾ എന്താ പറയുക, ഈ പ്രസവം ഹോസ്പിറ്റലിൽ നടത്തിയിട്ട് പോലും ഇങ്ങനെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലായോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു വിധത്തിലുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിന് പറ്റുന്ന ഒരു കയ്യബദ്ധത്തിൽ ആ കുഞ്ഞിന് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും അറിയില്ലാത്ത ഈ അച്ഛനും അമ്മയും ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവണവരൊക്കെ ഇങ്ങനെ വനിതയിലൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ. അന്ന് ഞാൻ പേടിച്ചു പോയി, ദൈവമേ ഇവരെങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തതെന്ന്. അവരൊരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുക. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ അത് എന്താ പറയണേ, ഒരു വയറ്റാട്ടിയുടെ കർമ്മം ആ ഭർത്താവ് ചെയ്ത് പൊക്കിൾക്കുടി മുറിച്ച് എടുക്കുകയാണ് ആ കുഞ്ഞിനെ. ഒരു വനിതയിൽ പണ്ട് വന്നിട്ടുണ്ട് അവർ തന്നെ ചെയ്തത് പ്രസവം എന്ന് പറഞ്ഞ പോലെ നടക്കുന്നുണ്ട് പ്രസവം, ഇല്ലാന്നില്ല. ഫ്ലൈറ്റിൽ നടക്കുന്നത് കണ്ടിട്ടില്ലേ. അതുപോലെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ 3 Idiots എന്ന് പറഞ്ഞ സിനിമ. അയ്യോ എൻ്റെ പൊന്നേ, കണ്ടിട്ടുണ്ടോ നിങ്ങളത്? അതിനകത്ത് ഇങ്ങനെ ഇതൊരു പെർഫോം ചെയ്യുന്നുണ്ട്. ഹൗ അവർ എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സ് ആണ്, ഡോക്ടർ പോലും ഇല്ല ആ സമയത്ത്. അവരൊക്കെ ഇത് ചെയ്തിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നതും ഒരു പ്രസവം എടുക്കാനായിട്ടൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അയ്യോ എൻ്റെ പൊന്നെ, എനിക്കത് ആലോചിക്കാൻ വയ്യ. അങ്ങനെയും കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ വീട്ടിൽ ചെയ്യും? ഇതൊക്കെ ഈ സിനിമയിൽ കാണാൻ കൊള്ളാം ഇതൊക്കെ അല്ലേ. യു കനോട്ട് ഹാൻഡിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ ഒരു മിഡ്വൈഫോ ഇല്ലാതെ ഇതിനൊക്കെ തുനിയാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു എന്താ എളിയ അഭിപ്രായം കേട്ടോ. ഇപ്പം അത് വളരെ ചുരുക്കം ആളുകളാണ് അതൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് തിരിച്ചു പോകണം. നമ്മൾ ചട്ടികൾ പഴയത് ഉപയോഗിക്കുന്നു, മറ്റേ കല്ലിൽ വെച്ച് അരയ്ക്കുന്നു. അതൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. പക്ഷേ എന്നും അത് പറ്റുമോ? ജോലിക്ക് പോകുന്നവർക്ക് എന്നും കരിങ്കല്ലിൽ അരച്ചുണ്ടാക്കാൻ പറ്റും, അമ്മിക്കല്ലിൽ അരച്ചുണ്ടാക്കാൻ പറ്റുമോ? അത് ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ പറയണ്ടായിരുന്നു. അത് ശരി. എന്നാൽ പിന്നെ ബ്ലേഡ് അന്വേഷിച്ച് പോയതിനെ മുറിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സ്ത്രീ മരിച്ചു പോയില്ലേ, ആ ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് ആധുനിക കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അതെന്തിനാണ് നിങ്ങൾ മേടിച്ച കരിങ്കല്ല് വെച്ച് ഇടിച്ചെടുക്കായിരുന്നില്ലേ പണ്ടത്തെ ഗുഹാ മനുഷ്യൻ്റെ പോലെ. പണ്ടൊക്കെ ഗുഹകളിലാണ് പ്രസവം നടന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയുന്നതിന് എതിർത്ത് ഒരാൾ പറഞ്ഞതാണ്. റിയലി എനിക്കും അത് ഒരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലെ ഊണ് എന്ന് പറയുന്ന പോലെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിലെ പ്രസവം നടത്താൻ ആരും നോക്കല്ലേ. ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ തന്നെയും വീട്ടിൽ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു അസിസ്റ്റൻസ് നോക്കണേ. അവർ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടല്ലേ. ഇതുപോലെ വല്ല ഇൻഫെക്ഷനൊക്കെ വരില്ലേ, അവയവങ്ങളൊക്കെ തുറന്നു വരികയല്ലേ പുറത്തേക്ക്. സോ ഇതെല്ലാം കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഇത് തിരുമിക്കലും അതും ഇതൊക്കെ അല്ലേ, ഇതെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് ഇത്രയൊന്നും തിരുമാൻ പാടില്ല, കുഞ്ഞുങ്ങൾ റെഡാകും. അതിനോട് എനിക്കും എതിർപ്പുണ്ട് കേട്ടോ. അങ്ങ് ഒരക്കിയാണ് ഇഞ്ചയൊക്കെ ആയിട്ട് അമ്മ ചെയ്തിട്ടുണ്ട് ദീപുവിനെ. അമ്മ പറയണേ ഈ അഴുക്കൊക്കെ പോകണം. എന്തൊരു പ്രാകൃതമായ ഇതാണെന്ന് അറിയാം. ഞാൻ കരയോ കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് അമ്മയുടെ അമ്മ ഇത്രയൊന്നും കുളിപ്പിക്കണ്ട, അമ്മ സോപ്പിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി, ഞാൻ കുളിപ്പിക്കാമെന്ന് പറയും. 28 ദിവസം ഞാൻ വേറൊരു ലേഡി ഉണ്ടായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ കുളിപ്പിക്കൽ. അത് കഴിഞ്ഞ് അമ്മയായിരുന്നു ഈ പണി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചി കുളിപ്പിച്ചു തന്നു. അമ്മച്ചി ഇത്രയും തൊട്ട് ഉറയ്ക്കില്ല, എന്നാലും ഉരയ്ക്കും. അമ്മച്ചിയുടെ വിചാരം ഇതാണ്, ഇങ്ങനെ ചെയ്യണം എന്നാണ്. ഞാൻ അവസാനം മതിയാക്കി ഒരു 10-30 ദിവസം എല്ലാവരെ കൊണ്ടും ഒക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ ഞാൻ മോളെ കുളിപ്പിക്കും, വെറുതെ ബേബി സോപ്പ് ഇട്ടിട്ട് കുളിപ്പിക്കും. അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ഇത്രയും കുഞ്ഞ് സ്കിന്ന് ചുമന്നിങ്ങനെ കിടക്കും. എന്തിനാ ഇതൊക്കെ ചെയ്യണേ? അതേപോലെ കണ്ണും
പുരികമൊക്കെ അങ്ങനെ അങ്ങ് വരച്ചു വയ്ക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രാവണനെ പോലെ ഇരിക്കും നമ്മൾ. ഇതിനകത്തൊക്കെ രാവണനെ വരയ്ക്കാൻ കണ്ടിട്ടില്ല, ഇതിങ്ങനെ പറഞ്ഞിട്ട് കഥകളി വേഷത്തിൽ അതുപോലെ കൊച്ചിനെ കൊലം കെട്ടിച്ച് വെക്കും. ഈ കരിമഷിയും അതൊക്കെ കൺമഷിയൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, ഒരു ഇൻഫെക്ഷനും വരാതിരുന്നത് ദൈവസഹായം കൊണ്ട്. അമ്മ ഉണ്ടായാലും ചീത്ത പറയും. അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പോൾ അന്ന് വിവരമില്ല. അതേപോലെ കുറുക്കുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, പനിക്കൂർക്കയുടെ ഇലയൊക്കെ വെച്ചിട്ട്. പക്ഷേ അല്ലേ, വേവിച്ചത് എന്തും കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പച്ച മാതളം ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്തപ്പോൾ പച്ച കളറിൽ അവൾക്ക് മോഷൻ പോയി. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ. വേവിച്ച സാധനങ്ങൾ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആപ്പിൾ വേവിച്ച് കൊടുത്തു. ആപ്പിൾ വേവിച്ച് കൊടുത്തപ്പോൾ കോൺസ്റ്റിപ്പേഷനായി കുട്ടിക്ക്. അത് അമ്മച്ചിയാണ് ചെയ്തത്. അമ്മ മാതളം പഴം ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കൊന്നും ഒരു അറിവുമില്ല, വിവരവുമില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇന്നത്തെ കാലത്താണെങ്കിലും നന്നായിട്ട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന് അറിവുള്ളവർ പറയുന്നത്, അതായത് പീഡിയാട്രീഷ്യൻസ് തന്നെ, അവർ പറയുന്നതൊക്കെ നോക്കുക. നമ്മളുടെ എല്ലാം പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് ഉള്ള കണ്ട കുഴമ്പിട്ട് അല്ലെങ്കിൽ എണ്ണയും തലയിൽ കൊച്ചിന് ഇതും ഒക്കെ ഇട്ട് അതിന് വയ്യാണ്ടാക്കരുത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. 15 മിനിറ്റ് കൂടുതലൊന്നും പറയണ്ട, 2 വീഡിയോ ആയിട്ടോ. ചിലപ്പോൾ യൂട്യൂബ് പറഞ്ഞാലോ ഇതിൽ കൂടുതലൊന്നും ഇടാൻ പാടില്ല. ആരോ പറയണ്ടായിരുന്നു, ഏതോ ഒരു ചാനലിൽ ഒരാൾ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് വീഡിയോ വരും. അപ്പോൾ അവസാനം അയാൾക്ക് മെയിൽ പോയി, ഹലോ ഇങ്ങനത്തെ വീഡിയോസിന് പറ്റില്ല, അതായത് 60 മിനിറ്റിൽ താഴെ ആയിരിക്കണം, അല്ലാതെ ഞങ്ങൾ ഇടില്ല എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് കുറേ പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവേ. അയാൾ പറയുന്ന കഥകളൊക്കെ ഈ ഫിലിം സ്റ്റോറീസൊക്കെയാണ്. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. നാളെ കാണാം കേട്ടോ.